ആ കുട്ടികളുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം, സംതൃപ്തി, അവരുടെ ശരീരത്തിനും മനസ്സിനും കാണുന്ന ആരോഗ്യം, അതെല്ലാം വളരെ ഡെഡിക്കേറ്റഡായ ഒരു ഗ്രൂപ്പിൻ്റെ പ്രവർത്തനമാണ്. അഴുക്കുചാലുകളിലേക്ക് വീണു പോകുന്ന കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി അവരെ നല്ല ഉത്തമ പൗരസമൂഹമായി മാറ്റിയെടുക്കുന്നതിനുള്ള നല്ല പ്രവർത്തനം ഇവിടെ കാണുന്നുണ്ട്. ഇത് ജീവിതത്തിന്റെ മറ്റൊരു മുഖം. മലയാറ്റൂർ പള്ളിയിൽ ഭിക്ഷാടനത്തിന് കൊണ്ടുവന്നവരിൽ നിന്നാണ് ബാബു ഉൾപ്പെടെ 9 കുട്ടികളെ ജനസേവാ ശിശുഭവൻ രക്ഷപ്പെടുത്തിയത്. അംഗവൈകല്യം വരുത്തിയും പട്ടിണിക്കോലങ്ങളാക്കിയും ഭിക്ഷാടനത്തിനിരുത്തിയ കുട്ടികളുടെ ദയനീയ സ്ഥിതി കണ്ട് മനസ്സലിഞ്ഞ ഭക്തജനങ്ങളാണ് ജനസേവാ ശിശുഭവനിൽ വിവരമറിയിച്ചത്. തുടർന്ന് ജനസേവാ ശിശുഭവൻ പ്രസിഡന്റ് ജോസ് മാവേലിയുടെ നേതൃത്വത്തിൽ 25ഓളം വരുന്ന ജനസേവാ പ്രവർത്തകർ മലയാറ്റൂർ പെരുന്നാൾ സ്ഥലത്ത് എത്തുകയും ഭിക്ഷാടനത്തിലിരുന്ന കുട്ടികളെ കാലടി പോലീസിന്റെ സഹായത്തോടെ പള്ളി വികാരിയച്ഛന്റെ അനുവാദവും വാങ്ങി രക്ഷപ്പെടുത്താൻ ആരംഭിച്ചു. ഉടനെ തന്നെ ഭിക്ഷാടന സംഘം ഒന്നടങ്കം അലറി വിളിക്കുകയും ജനസേവാ പ്രവർത്തകരെ ആക്രമിക്കാൻ ഒരുങ്ങുകയും ചെയ്തു. ഇതിനിടയിൽ ഭിക്ഷാടക സംഘം 50ഓളം കുട്ടികളെയും കൂട്ടി വനത്തിലേക്ക് ഓടി മറഞ്ഞതുമൂലം 9 കുട്ടികളെ മാത്രമേ ജനസേവാ പ്രവർത്തകർക്ക് രക്ഷിക്കാൻ സാധിച്ചുള്ളൂ. ജനസേവാ പ്രവർത്തകർ രക്ഷിച്ച കുട്ടികളിൽ മൂത്തയാളാണ് ബാബു. താൻ ജീവിതത്തിൽ അനുഭവിച്ച അതിക്രൂരമായ നഗ്നസത്യങ്ങൾ ആത്മാവിൽ നിന്ന് ഓടി വരുന്ന വാക്കുകളിലൂടെ ബാബു വെളിപ്പെടുത്തുന്നു. എൻ്റെ പേര് ബാബു. എൻ്റെ സ്വന്തം നാട് തമിഴ്നാട്. ഞങ്ങൾ ഈ എല്ലാ വർഷവും മലയാറ്റൂർ പള്ളിയിൽ ഭിക്ഷ എടുക്കാൻ വേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു പെരുന്നാളിന് അവിടെ വന്നപ്പം അച്ഛനമ്മയ്ക്ക് പൈസ ഒക്കെ കുറഞ്ഞു. അന്ന് എൻ്റെ കൂടെ അനിയന്മാരും ഉണ്ടായിരുന്നു, അനിയത്തിമാരും ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് കുറവായിരുന്നു പൈസ കിട്ടിയത്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ കാല് തല്ലി ഒടിച്ച് 2 മലയാറ്റൂർ പള്ളിയിൽ ഭിക്ഷയ്ക്ക് എടുത്തി. അപ്പോൾ കുറേ പൈസ കിട്ടി. അപ്പോൾ ഒരു ദിവസമാണെങ്കിൽ ജനസേവന്ന് കുറേ അങ്കിൾമാരൊക്കെ വന്നു, ദിവസങ്ങളൊക്കെ. എന്നിട്ട് അവർ പറഞ്ഞു നല്ലൊരു സ്ഥാപനമുണ്ട് ജനസേവാ ശിശുഭവൻ, അവിടെ നന്നായിട്ട് പഠിക്കാനൊക്കെ പറ്റും. അപ്പോൾ ആദ്യം എനിക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടമല്ലായിരുന്നു, അവിടെ തന്നെ ഇരുന്ന് ഭിക്ഷ എടുക്കാനായിരുന്നു. പിന്നെ അവർ അവിടുന്ന് തന്നെ കൊണ്ടുവന്നു. എന്നിട്ട് കുറേ ദിവസം ഇവിടെ നിന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ കാര്യം നന്നായിട്ട് പഠിക്കാനും കളിക്കാനും ഇവിടെ പറ്റുന്നുണ്ട്. ഞാൻ മലയാറ്റൂർ ഭിക്ഷ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഫുട്ബോളിലും ബാസ്ക്കറ്റിലും ഒന്നും നേടാൻ പറ്റില്ലായിരുന്നു. ഇവിടെ നിന്ന് പിന്നെയാണ് എനിക്ക് ഫുട്ബോളും ബാസ്ക്കറ്റും എന്താണെന്ന് പോലും അറിഞ്ഞത്. ഞാൻ ഇവിടുത്തെ ബാസ്ക്കറ്റ്ബോൾ ക്യാപ്റ്റനാണ്. കൂടാതെ ചെസ്സിലും ഫുട്ബോളിലും ഇവിടുത്തെ ചെറുതായിട്ട് നന്നായി കളിക്കുന്ന പ്ലെയറാണ്. പിന്നെ എല്ലാ ദിവസവും ഞാൻ കമ്പ്യൂട്ടർ പ്രാക്ടീസ് ചെയ്യാണ്ട് എനിക്ക് കമ്പ്യൂട്ടർ ഭയങ്കര ഇഷ്ടമാണ്. ഭിക്ഷാടക സംഘം ബാബുവിന്റെ കാൽ തല്ലിയൊടിച്ച് പൊരിവെയിലത്തും കോരി ചൊരിയുന്ന മഴയത്തുമെല്ലാം ഭിക്ഷയ്ക്കിരുത്തുമെന്ന് പോലീസും നാട്ടുകാരും പറയുന്നു. ഇപ്പോൾ ജനസേവയിലെ സ്നേഹോഷ്മളമായ അന്തരീക്ഷത്തിൽ ഒരു പുനർജന്മത്തിന്റെ സന്തോഷം ആസ്വദിക്കുകയാണ് ഇവർ. ബാബു ജനസേവ ബാസ്കറ്റ്ബോൾ ടീം ക്യാപ്റ്റനാണ്. മക്കളില്ലാത്ത ഇന്ത്യക്കായി എല്ലാവരും ജനസേവയോടൊപ്പം കൈകോർക്കണം.